കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. വലിയ രീതിയിൽ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ സ്വരമായി അത് ഉയരുകയാണ്. എന്നാൽ സർക്കാർ വേണ്ട വിധത്തിൽ അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഉയരുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്നുള്ള ഉറപ്പുകൾ പലതും കിട്ടുന്നുണ്ടെങ്കിലും ആശാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് പൂർത്തീകരിക്കുവാനായി സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നാൽ ഈ ആശാപ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധത്തെ, ഈ ഒരു സമരത്തെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJPക്ക് സാധിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും, അതായത് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തുകയും ആശാപ്രവർത്തകരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അത് കേന്ദ്രത്തിൽ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ മഴ പെയ്തതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ, അതായത് തിരുവനന്തപുരം നഗരത്തിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ സമരം ചെയ്യുന്ന, രാപ്പകൽ സമരം ചെയ്യുന്ന പ്രവർത്തകർ എല്ലാവരും ചേർന്ന് അവിടെ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടുകയായിരുന്നു. എന്നാൽ രാത്രിയോടുകൂടി തന്നെ പോലീസ് ഇത് മാറ്റുകയായിരുന്നു. സർക്കാർ നിർബന്ധിച്ച് പോലീസിനെ കൊണ്ട് ഇത് ചെയ്യിച്ചു എന്നാണ് രാഷ്ട്രീയപരമായി ചർച്ചകൾ ഉയരുമ്പോൾ പറയുന്ന കാര്യം. എന്നാൽ അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം, അതായത് ഈ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ളൊരു സമരത്തിന് അനുമതിയില്ല എന്നും അതിന് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു സമരം നടത്താൻ പാടില്ല എന്നും ഉള്ളത് കൊണ്ടാണ് അത് അഴിച്ചുമാറ്റിയെന്ന് പോലീസ് വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും റോഡ് തടഞ്ഞ് ഈ പറഞ്ഞതുപോലെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ സമരം ചെയ്ത, അതിനെതിരെ കേസെടുത്ത അല്ലെങ്കിൽ കേസെടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായ പാർട്ടിയാണ് CPM. ആ CPM ഭരിക്കുന്ന സാഹചര്യത്തിൽ ആശാവർക്കർമാർ ഇത്തരത്തിലൊരു സമരപ്പന്തലിൽ ഒരു ടാർപോളിൻ ഷീറ്റ് മഴ നനയാതിരിക്കാൻ കെട്ടിയപ്പോൾ അത് പോലീസിനെ കൊണ്ട് അഴിച്ചു മാറ്റിച്ചു എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതികളും ഉയർന്നു വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ റോഡ് അടച്ചുകൊണ്ട് സമരപ്പന്തൽ കെട്ടി അവിടെ യോഗങ്ങളും സമരങ്ങളും ചെയ്ത CPMന് എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ ഇത്രത്തോളം ഒരു എതിർപ്പ് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മഴ പെയ്ത സാഹചര്യത്തിൽ ടാർപോളിൻ ഷീറ്റ് കെട്ടാൻ നിൽക്കാതെ നിന്ന, അല്ലെങ്കിൽ അതിന് വിമുഖത കാണിച്ച ആശാപ്രവർത്തകർക്ക് ഇടയിലേക്ക്, ആ സമരത്തിനിടയിലേക്ക് മഴയിൽ സുരേഷ് ഗോപി കടന്നു വരുന്നത്. അവർക്ക് വന്നുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സമരത്തിലേക്ക് എത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഉറപ്പുകൾ നൽകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി എന്തുകൊണ്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് BJP നേതൃത്വം, കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനോട് ഈ ഒരു കാര്യം ബോധിപ്പിക്കുമെന്ന് സുരേഷ് ഗോപി ആശാവർക്കർമാരോടും മാധ്യമങ്ങളോടും പറയുമ്പോൾ അതിലൊരു വിശ്വാസയോഗ്യതയുണ്ട്, അല്ലെങ്കിൽ ആശാപ്രവർത്തകർ അത് വിശ്വാസത്തിൽ എടുക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിലേക്ക് ആശാവർക്കർമാരുടെ ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി കേന്ദ്രത്തിലേക്ക് പോകുമെന്നും BJP അധ്യക്ഷനായ JP നദ്ദയെ കാണുമെന്നും പറയുന്നു. വേണ്ടി വന്നാൽ, അതായത് JP നദ്ദയിൽ ഈ ഒരു വിഷയം ഒതുങ്ങിയില്ല എങ്കിൽ, പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കാണാനും തയ്യാറാണ്, പ്രധാനമന്ത്രി ഇക്കാര്യം ബോധിപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ആശാപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത്. ഏതായാലും ആശാപ്രവർത്തകരുടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു മാറ്റിയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ കെട്ടിയിരുന്ന ടാർപോളിൻ ഷീറ്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അതിനെതിരെ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ പ്രതിഷേധക്കാർക്ക് അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ഇത് വളരെ അരാജകം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഇവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ചുമതലയാണെന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത്. അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. കേന്ദ്രത്തിന് ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുമെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ CPMന് ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ടാകുന്നത് ആശാപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ഈ ഒരു സമരം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ശാശ്വതമായ പരിഹാരങ്ങളും, അല്ലെങ്കിൽ ആശാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നുപോലും നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്നതുകൂടിയാണ്. ഏതായാലും വരുന്ന ആളുകളിൽ ആശാപ്രവർത്തകർ സമരം കടുപ്പിക്കാൻ ഒരുങ്ങിയാണ്. സഭ കൂടുന്ന സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്താനും ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സമരങ്ങളുമായി, സമാധാനപരമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് ആശാപ്രവർത്തകരുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്.